ചങ്ങായിമാരെ, ഈ കാണുന്ന മനോഹരമായ അപ്സ്റ്റെയർ വീടിൻ്റെ വേഗത്തെ കിണർ നല്ല മഴ ഉണ്ടായിട്ട് പോലും ഞങ്ങൾ തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം. ഇവിടെ ഓൾറെഡി കുറേ പണി ഞങ്ങളിപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ പറ്റിയതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയോ, ഈ വീടിൻ്റെ മുകളിൽ ഓടി വിരിക്കാൻ വേണ്ടി മൊത്തമായിട്ട് പട്ടിയെ കെട്ടാണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ വരാനുള്ളതാണ്. ഓക്കെ, ഫ്രണ്ടത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. നിങ്ങളുടെയൊക്കെയാണ് ഏതാ നേക്കുന്നറിയ വീട് തേക്കണ ഇന്ത്യക്കാരെ പണി ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ വർക്കാണ്. ഉള്ളത് കാണിച്ചു തരാം. ഇതാണ് ഈ വീട്ടിലേക്ക് വരുന്ന വഴി. ഇവിടെയൊക്കെ മതിൽ കെട്ടാനുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചെയ്ത വർക്ക് എവിടെയെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ തേപ്പ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വീടിൻ്റെ പൂയും നൈസ് പൂയും പീസാൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇവിടെ തേക്കുന്നത്. ഓക്കെ, ഈ മണ്ണിൻ്റെ കൂമ്പാരം മൊത്തമായിട്ട് ഓടുന്ന് വന്നതാണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കക്കൂസിൻ്റെ കുഴിയുണ്ട്. ഈ കക്കൂസും കുഴിൻ്റെ വീതി 3 മീറ്റർ, നീളം 4 മീറ്റർ അങ്ങനെ ഉണ്ടായിരുന്നു. അതിനൊരു ഇടച്ചോമര കൊടുത്തുകൊണ്ട് സെപ്പറേറ്റ് ആക്കി മാറ്റി. ഈ കാണുന്നത് കക്കൂസിലേക്കുള്ള സെറ്റപ്പും അതേപോലെ തന്നെ 1 മീറ്റർ വീതിയിൽ ഒരു ഇടക്കെട്ട് സെറ്റാക്കിയിട്ട് ഇത് വേസ്റ്റ് വെള്ളത്തിനുള്ള സെറ്റപ്പാക്കി മാറ്റി. 9 അടി താഴ്ച വരുന്നുണ്ട്. 1 മീറ്റർ വീതി 3 നീളം. ഇതാണ് വേസ്റ്റ് കുഴി. ഓക്കെ, അപ്പം ഇതിൻ്റെയും അടിഭാഗം ഒരേ ലെവലിൽ നിൽക്കാതെക്കാൻ വേണ്ടിയിട്ട് തേച്ചതിന് ശേഷം ഇതിൽ കുറേ മണ്ണ് കൊണ്ടുപോയിട്ട് നിറച്ചിട്ടുണ്ട്. ഇത് പൊന്തി നിൽക്കുകയാണ്, അത് താന്നിട്ട് നിൽക്കുന്നത്. 9 അടി താഴ്ച. ഇവിടെ നിന്ന് ഇവിടെ കാണിച്ചു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ അപ്പുറത്തെ പറമ്പ് താന്നിട്ടാണ്. അപ്പോൾ അവിടേക്ക് വെള്ളം ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മൂലമെന്ന് ഇങ്ങനെ പോയി ഇതാ ഇവിടെ വരെ സൂപ്പർ സ്ട്രോങ് തേച്ച് കണ്ട് ട്രിപ്പിൾ കോട്ട് ഗ്രൗട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം അങ്ങോട്ട് ലീക്ക് ആവില്ല. ഈ വെള്ളം അടിയൊക്കെ പാറയാണ്, അതിക്കൂടി അടിക്ക് പോയിക്കോളും. എന്നാലും കുഴപ്പമില്ല, അപ്പുറത്ത് പറമ്പ് പോകാൻ പാടില്ല. പിന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടാണെങ്കിൽ ആ കാണുന്ന സൈഡ് ഉണ്ടല്ലോ അവിടെ തേച്ചിട്ടില്ല. നമ്മളെ വീടിൻ്റെ ഏരിയയാണ്, അവിടേക്ക് വെള്ളം വലിഞ്ഞോളും. അപ്പോൾ അത് സെറ്റ്. ഓക്കെ, പിന്നെ ഇവിടെ 2 വേസ്റ്റ് കുഴി വേറെ ഉണ്ട്. വീടിൻ്റെ പാതകത്തുമെന്ന് 8 ഇഞ്ച് കുറച്ച് കാണ്ട് പടവ് ചെയ്ത് ടോപ്പ് ലെവൽ സെറ്റപ്പാക്കി വെച്ച സംഭവമാണ് കാണുന്നത്. ഈ ഏരിയ മൊത്തമായിട്ട് മണ്ണിട്ട് നിറയ്ക്കാനുള്ളതാണ്. പിന്നെ ഇവിടെ സൺസൈഡ് ഇല്ലാത്തതുകൊണ്ട് മുകളിൽ മാത്രമേ സ്ലേവിന് ചാട്ടമുള്ളൂ. അതുകൊണ്ട് തന്നെ വെള്ളം തീർച്ച് കട്ട മൊത്തമായിട്ട് ഇരപ്പായി കിടക്കുന്നുണ്ട്. പൂപ്പൽ പായലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അതൊക്കെ ഒരതി നന്നാക്കിയിട്ട് ഉഷാറാക്കാനുള്ളതാണ്. മൂലയിൽ ഫില്ലർ വരും. ഓക്കെയാണ്, ഉണ്ടോ? ഇതാണ് മൂലയിലൊക്കെ ഫില്ലർ ഉണ്ടാവും. അത് കട്ടനുള്ളിലത്തെ കണകുണ മൊത്തമായിട്ട് തട്ടി ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മൊത്തമായിട്ട് കോൺക്രീറ്റ് നിറച്ചുകൊണ്ട് അങ്ങനെ ആക്കി വെച്ചാട്ടോ മൂല ഫില്ലർ. അപ്പോൾ അത് സെറ്റ്. പിന്നെ തേപ്പിൻ്റെ കാര്യം ഒരു രക്ഷയില്ലാത്ത പണി. എമ്മാരി പണിയെന്ന് പറയും, ടോപ്പ് പണിക്കാരാ. ഇവിടെയൊക്കെയാണ് ഉള്ളിലൊക്കെ കാണണങ്ങൾ. ജനവാതിലും വാതിലൊക്കെ വരുന്നിടത്ത് മാത്രം ബോർഡർ, ബാക്കിയുള്ളൊക്കെ കട്ട പോളിഷ് ചെയ്യാനുള്ള കേട്ടോ. സെറ്റ്. ഉള്ളിൽ പോകല്ലേ. അപ്പം ഇങ്ങനെ പോയിക്കുകയാണെങ്കിൽ ഇത് വീടാണോ ഇനി കോട്ടേജ് ആണോന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു ടെമ്പററി കോണി, താൽക്കാലിക കോണി ഇവിടെ ഉണ്ട്. അപ്സ്റ്റെയറിലേക്ക് പണിക്കാർക്ക് സാധനം കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കോണിയും പാടെ കെട്ടി കൊടുക്കാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഹിന്ദിക്കാർ വരുന്നുണ്ട്. ധീരെ 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 भाई आपको प्लास्टरिंग है ना, खूबसूरत है, सुंदर है, अच्छा है. जाओ. मैं मिस्त्री को दिखाने वाला है. नाम क्या? ईद आने वाला है ना, नहीं जाता है क्या? नहीं जाता है ना, ईद है ना आने वाला अफसर में. जल्दी जाओ भाई, पूरा पैसा इधर से लेके जाके किधर रखता आप लोग? क्या भाई, केरला का पैसा पूरा बंगाल में जा रहा है. അപ്പോൾ ഈ മണ്ണ് മൊത്തമായിട്ട് എന്ത് ചെയ്യുന്ന അറിയോ, ഇവിടെയൊക്കെ തട്ടി നിരത്താനുള്ളതാണ്. അതിൻ്റെ പണി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ലെങ്തി സിറ്റ് ഔട്ടാണ്. 4 ഫില്ലർ കാണാൻ പറ്റും. ഫില്ലറൊക്കെയാണ്, ഈ കോൺക്രീറ്റ് ഫില്ലറല്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഉണ്ട്. ഉള്ളിലത്തെ കണകുണം മൊത്തമായിട്ട് തട്ടി ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് വേണം ബീമൊക്കെയാണ്, അതൊക്കെ ഉള്ളിലത്തെ സംഭവങ്ങൾ തട്ടി ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള സൂപ്പർ വീഡിയോ വേറെ വരാണ്ട് കേട്ടോ. അതൊക്കെ ബീമാണ്. ഈ ഫസ്റ്റ് കാണുന്ന വരി ബീമാണ്. ഉള്ളത്തെ സാധനമൊക്കെ മൊത്തമായിട്ട് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കമ്പി കെട്ടിക്കാണ്ട് കോൺക്രീറ്റ് ചെയ്ത് കണ്ട് ഈ ലെവലിലാക്കി മാറ്റിയതാണ് ഈ സംഭവം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. സിറ്റ് ഔട്ടിൻ്റെ അവസ്ഥ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ 2 കള്ളി വിൻഡോ, മെയിൻ ഡോർ ഇരുമ്പാണ്. സൂപ്പർ സെറ്റ്. വിശാലമായ ഹാള്. ഏതാ 9 ഇഞ്ചാണ് വീതി ഇരുമ്പിൻ്റെ സാധനത്തിന്. 9 ഇഞ്ച് വീതി പ്ലൈവുഡിൻ്റെ വാതിൽ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാണ്, ഇതാണ് ഹാള്. ഇവിടെ വേറൊരു വിൻഡോ ഉണ്ട് കേട്ടോ. അപ്പം മൊത്തം ഒരു മൂലമ തന്നെ 2 ഡബിൾ വിൻഡോ സെറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് ഹാളിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ സീലിംഗ് അടിച്ച് കണ്ട് ഫുള്ളൊരു ബോർഡർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ഫുള്ള് തേച്ച് കണ്ട് ബോർഡർ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 കഷ്ണം തേപ്പിൻ്റെ ഇടയിൽ കൂടെ, സീലിങ്ങിൻ്റെ ഇടയിൽ കൂടെ 2 ബീം കാണാൻ പറ്റും കണ്ടോ. ഒരു ഡീസിനുള്ളത്തെ കണകുണം മൊത്തമായിട്ട് തട്ടി ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ബീം സെറ്റാക്കിക്കേണ്ടത്. പിന്നെ ഈ ഒരു പണി ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ മേസ്ത്രിമാർ 30-40 കട്ട മാത്രമേ എടുക്കുള്ളൂ. അങ്ങോട്ടൊക്കെയാണ് ജനവാതിലൊക്കെ ഫുള്ളായിട്ട് ബോർഡർ വെച്ച് കേട്ടോ. ഫുള്ള് ബോർഡർ വെച്ച് കണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. കൈപ്പണി എന്ന് പറഞ്ഞാൽ മാസ്മരികം. ഇനി ഇവിടെയൊക്കെ ബോർഡർ വെക്കാനുള്ളതാണ്. ഇതൊരു മേസ്രിയാണ്. ഇസ്കാ നാം ക്യാ? ആപ്കാ നാം ക്യാ? ഓക്കെ भाई, सॉरी भाई, हमारे को माफ दे दो.
ഇനി വീടിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊക്കെയാണ്. ഇതൊക്കെയാണ് ബോർഡറിൻ്റെ പണി പറഞ്ഞാൽ മാസ്മരിക പണിയാണ്. ഇവരെ കോൺട്രാക്ടർ ഇവിടെ ഉണ്ട്. ഈ റൂമിൽ ഇപ്പം സീലിങ്ങും എല്ലായിടത്തും സീലിങ്ങും ബോർഡറും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതരാ മേസ്തിരി. മേസ്തിരി आपको प्लास्टरिंग है ना, मैं बंगाली लोगों को केरला से बहुत देखता है, लेकिन है ना आपसे काम का उतना अच्छा स्टाइल पे काम करने वालों को दूसरा देखा नहीं है. नंबर 1 काम है. कल इधर प्लास्टरिंग करेगा. हाँ एങ്ങനെ ചെയ്യാന്ന് അറിയോ? एक मिनट आ रहा है. सीलिंग है भाई, सीलिंग पूरा मारने के बाद क्या करेगा? एक बॉर्डर लगाएगा. उतना बस है. इसमें भी बॉर्डर लगाएगा. किसमें? इसमें भी लगाएगा बॉर्डर. हाँ सामने वाला अच्छा करेगा. अच्छा बॉर्डर നമ്പർ 1. ഓക്കെ. അപ്പോൾ ജനവാതിൽ എയർ ഹോൾസ് വരുന്നിടത്തൊക്കെ ഇങ്ങനെ ബോർഡർ ആട്ടോ. കുറേ റൂമുണ്ട് ഉള്ളിൽ. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് തന്നെ പോവാണ്. പിന്നെ നമ്മളെ കുട്ടികൾ ഇവിടെ തേക്കുണ്ട്. ഓ എൻ്റെ മോനെ റബാനി എന്ന് പറഞ്ഞിട്ടാണ് ചാലയത്ത് ഒരു കാലത്ത് ഒരുപാട് കൊട്ട മീനുകൾ ലേലം ചെയ്ത് ഒറ്റയ്ക്ക് പിടിച്ചെടുത്തുകാണ്ട് മലപ്പുറത്ത് ഒരുപാട് മാർക്കറ്റിലേക്ക് മീൻ കയറ്റി അയച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് റബാനി. അതാണ് ഈ റബാനി. ഇപ്പം തേപ്പിലേക്ക് വന്നാണ് അല്ലേ? ഇവിടെയൊക്കെ ബോർഡറൊക്കെ ഉള്ളതാണ്. ഇനി പുറത്തേക്ക് പോകാം. മക്കളെ എന്താ പരിപാടി കഴിഞ്ഞില്ലേ? കുറച്ചും പാടല്ലേ ഉള്ളൂ. വീടിൻ്റെ വേക്കത്തെ വിഷയം നമ്മളെ പണിസാധനം മൊത്തം എടുത്തേക്കണം കേട്ടോ. ഈ ജനവാതിലിൻ്റെ ബോർഡർ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇങ്ങോട്ട് ചെയ്യണി ഒറ്റ നോട്ടത്തിൽ യമ്മ പണിയില്ലേ? മേസ്തിരി आओ बात करो. देखो ये खिड़की का सामने से देखने का टाइम है ना नंबर 1 है, लेकिन फिनिशिंग देखने के लिए देखो ये साइड से देखना चाहिए. एक ही नाप है. ഇടയ്ക്ക് 1 ഇഞ്ചാണെങ്കിൽ വീതി എല്ലായിടത്തും 1 ഇഞ്ച് കേട്ടോ. സൂപ്പർ. ഇടയ്ക്ക് അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു എയർ ഹോൾസ് ഉണ്ട്. ഇവിടെ എയർ ഹോൾസൊക്കെയാണ്. എല്ലാത്തിനും ഒരേ കന കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് കനല്ല. പിന്നെ അവിടെ വലിയൊരു ഹോൾസ് വേറെ ഉണ്ട്, അതിനും ഒരേ കനം. പുറത്ത് എന്തൊക്കെ ഉണ്ടോ ഇതൊക്കെ സെറ്റാക്കി ഉണ്ട്. ഇതാണ് വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഇറങ്ങി വന്ന ഏരിയ. ഇവിടുന്ന് കാണിച്ചു തരാം. ഈ മൂലം വന്ന് ഇങ്ങനെ പോയിട്ട് ഇതാണ് വീടിൻ്റെ എൻഡ്. ഇത് കൂടെയാണ് ഇപ്പോൾ ഞാൻ ഇറങ്ങി വന്നത്. ഒരുപാട് റൂം ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് ദാർപ്പായി കെട്ടിക്കാണ്ട് ഇവിടുത്തെ കിണറാണ് തേച്ചുകൊണ്ടിരിക്കുന്നത്. मैं क्या बताया जल्दी फिनिश करके जाओ, बारिश है ना आने वाला. മൂലമലക്ക് ഒരു ഫില്ലർ ഉണ്ട് കേട്ടോ. പുരടീസ് ഓൾറെഡി അപ്സ്റ്റെയർ താങ്ങാനുള്ള വെയിറ്റ് എടുക്കും. എന്നാലും ഈ പണിക്കാർ ഇങ്ങനെയാണ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. തറ അടിയിൽ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഇങ്ങനെ കയറിയിട്ട് ഇടയ്ക്കാണി നേരെ മുകളിൽ വരെ. ഓ സൺസൈഡ് മാത്രം തേച്ചിട്ടുണ്ട്. സീലിംഗ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വക്ക് പൈപ്പൊക്കെ വലിച്ചത് ഒന്നും പറയാനില്ല. അപാര പണി. ഇനി ഈ സംഭവം ഉണ്ടല്ലോ, ഇത് വീടിൻ്റെ പാതകം. ഈ പാതകത്തിൻ്റെ ലെവലിൽ ഇവിടെ കുറച്ച് പണി നമ്മൾ വേറെ എടുത്തിട്ടുണ്ട് കണ്ടോ. പുതിയ തറ കെട്ടിക്കാണ്ട് അതിൻ്റെ മുകളിൽ ആൾമാറ കെട്ടിയതാണിത്. ഇനി ഈ ഗ്യാപ്പിലൊക്കെ മണ്ണിട്ട് നിറയ്ക്കാറുള്ളത്. ഇവിടെയൊക്കെ തേക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ക്ലൈൻറ്റ് ഡോക്ടറാണ്, കണ്ടോട്ടെ ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താക്കി തരാം സൂപ്പറാക്കി കൊടുത്തു. ഇടയ്ക്കിനി മിയാമിയാക്കി കൊടുത്തു. കിണറിൻ്റെ ഉള്ളിൽ കാണിക്കുന്നതിന് മുമ്പ് പുറം കാണിച്ചു തരാം. ഒക്കെ മണ്ണ് പോലുള്ള സ്ഥലം. അഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഉണ്ടോ. സൂപ്പർ ഇവിടെയൊക്കെ മണ്ണ് അറിയാനുള്ളതാണ്. ഇതാണ് വീടിൻ്റെ പാതകം. ഈ സ്റ്റെപ്പും ഈ ലെവലിൽ മണ്ണ് വരും. പിന്നെ അൾമാറ മാത്രമേ പുറത്ത് കാണുള്ളൂ. ഇനി കണ്ടോളി എടാ. ആ വക്ക് നല്ലപോലെ ഉറ്റാണ് കേട്ടോ. എടാ പൊട്ടി അച്ചായി ഓൽക്ക് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ, എനിക്ക് കഴിയില്ലെങ്കിൽ. അപ്പം കിണറിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. കണ്ടോളൂ ഏതാ പണി. ഇനി പുല്ല് ഈ വൈക്ക് വരികയില്ല കേട്ടോ. ഇനി തേപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ലെവല. നല്ല കട്ടി റൗട്ട് അങ്ങോട്ട് കൊടുത്തുകാണ്ട് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഒരൊറ്റ പാട് ഓടി കാണിച്ചാൽ പറ്റില്ല. ആൾമാറിൻ്റെ വേക്ക് 1, 2ാം പടവ്, 3ാം പടവ്, 4ാം പടവ്, അടിയിൽ സ്റ്റേജ്. കിണറിൻ്റെ അടിയിലാണെങ്കിൽ ഒരു സാധനം തള്ളിയിട്ടിട്ടില്ല. ഇല്ലല്ലോ, ഫുള്ള് ദാർപ്പായിട്ട് കണ്ട് മൂടിയ സംഭവമായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് മറ്റേ ദാർപ്പായൊക്കെ എടുത്തതാണ്. ഫിനിഷിങ് വർക്കിലാണ്. ഈ സ്റ്റേജ് നാളെ ഊരുള്ളൂ അല്ലേ? രാവിലെ ഒന്ന് കണ്ട് ഊരും. ഇതുമേൽ കോണി വെച്ചുകാണ്ട് ഇങ്ങനെ വൈഡാക്കി പിടിച്ചുകാണ്ട് ഇത് കൂടെ പണിക്കാർ കയറി വരും. കാരണം കയറ് കൊടുത്താൽ അവർക്ക് പടവ് ചവിട്ടി കയറാൻ പറ്റും. പക്ഷേ പടവ് ചവിട്ടി കഴിഞ്ഞാൽ എല്ലാം പൊട്ടി അരപ്പാകും. സംഭവം ദമ്മ. ഉള്ളിൽ തേച്ച് മിനുക്കി പ്ലേറ്റൊക്കെ വലിച്ചതിന് ശേഷം എന്താ ചെയ്യാണ്, ഗ്രൗട്ട് വലിച്ചു വെക്കുകയാണ്. നല്ല കട്ടി റൗട്ട് കേട്ടോ. भाई इधर देखो काम कैसे है? अच्छा है ना, आप किधर का आदमी है? ഇനി പുല്ല് പോയിട്ട് ഒരു മണ്ണാങ്കട്ടി വരില്ല. അങ്ങോട്ട് നോക്കിയാണ് ഏതാ പണി എന്തേ ഇതാ. പക്ഷെ ഈ പണി ഓരോ അടിയിൽ എടുക്കുന്നുണ്ടെങ്കിലും ഈ പണിൻ്റെ ഉപജ്ഞാതാവ് മുകളിൽ ആരാന്നറിയോ?
ജൂജും കിളി പോയല്ലോ. റബാനി ഇന്ന് ലീവാക്കി മുങ്ങിയതിന് പിടിച്ചുകൊണ്ടെന്നാണ്. അപ്പം ഇനി ഒരു ആംഗിൾ കൂടെ കാണിച്ചു കേട്ടോ. ഇവിടെയൊക്കെ മണ്ണിറക്കിയുള്ളതാണ്. എടാ ഈ പൊട്ടിയെ കാണിക്കണം കേട്ടോ അത് മിനിക്കാണ്ടേ. ആ ഉഷാറാക്കാം. സൂപ്പറായി. ഈ സ്റ്റേജൊക്കെ രാവിലെ കണ്ട് ഊരി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ക്ലൈൻറ്റ് കണ്ടാൽ എന്താ പറയാരോ, മക്കളെ അസൂയ എന്ന് പറയും. എന്ത് വളരെ പണിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പറയാനുള്ള കാര്യം തെറ്റിക്കുകയാണെങ്കിൽ ഇതുപോലെ കിണറ്റിൽ പുല്ല് വന്നിട്ട് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ മലപ്പുറത്തും പാലക്കാടും വയനാടും കോഴിക്കോടൊക്കെ ഉണ്ട്. അവർക്കൊരു ആശ്വാസ നിധിയാണ് ഈ ഓൾറൗണ്ട് പറഞ്ഞിട്ടാണെങ്കിൽ. എൻ്റെ നമ്മൾ വടകാരല്ല ഇവിടെ ചെയ്യണി വർക്ക് നിങ്ങൾ കണ്ടാളി ഏതോ വർക്കിങ്. പിന്നെ വേറെ കുഴപ്പമുണ്ട്, ഈ കിണറിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ഗിൽസിട്ട് കഴിഞ്ഞാൽ ആരും കാണാത്ത ഏരിയയാണ്. എന്നിട്ട് പോലും തേപ്പിൽ കിണവണം കാണിച്ചിട്ടില്ല. നല്ല കട്ടി റൗട്ടും കൊടുത്തിട്ടുണ്ട്. വക്ക കൊയ്യണി ചുമരൊക്കെ പക്ക ഫിനിഷിങ് കേട്ടോ, സൂപ്പറാക്കിയിട്ടുണ്ട്. ആ ഷീറ്റൊക്കെ കയറ്റി കളിയാ ചവിട്ട് മാത്രം ഇവിടെ മതിട്ടോ. പിന്നെ ഈ പണിക്കും വേണ്ടിയിട്ട് മുകളിൽ നല്ല സൂപ്പർ ഒരു ദാർപ്പയ കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ദാർപ്പയ കണ്ടോ. അപ്പുറത്തെ മരം അതേപോലെ തന്നെ ഈ സൈഡ് ഒക്കെ കൂട്ടി കെട്ടിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. മോട്ടറിൻ്റെ കയറ് മോട്ടറിൻ്റെ വയറൊക്കെ തെങ്ങുമ്മക്ക് വലിച്ച് കെട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാനുണ്ടോ? നിങ്ങൾ ഫസ്റ്റ് കാണേ തേപ്പ് നാക്കല്ല പണി സൂപ്പറല്ലേ? ശീതി ആയിട്ട് നോക്കി. ഇത് കഴിഞ്ഞാൽ ഇവർക്കൊരു ഓട്ടമുണ്ട് പെരേക്ക്, അതാ കാണണ്ടി. ഇതൊന്നല്ല കാണണ്ടി. ഇത് എല്ലാം ഷീറ്റൊക്കെ കണ്ട് കയറ്റി കഴിഞ്ഞാൽ പണിക്കാർക്ക് ഒരു ഓട്ടമുണ്ട് പെരേക്ക്. അത് കണ്ട കൈ മുതലാവും. കാരണം അല്ലേ എവിടെയെങ്കിലും വെള്ളം ഇട്ടുണ്ടെങ്കിൽ അവിടെ ചട്ടി വെച്ചോളൂ, കുഴപ്പമില്ല കേട്ടോ. രാവിലെ എടുക്കാം. എവിടെ അത് വേറെ കുഴപ്പമുണ്ടേ. ചട്ടിയല്ല ആ ഷീറ്റില്ലേ, ആ ഷീറ്റ് വല്ല തേച്ചാൽ മതി. അതിന് മാറ്റി വെള്ളം പുറത്തു പോയിക്കോളൂ. സൂപ്പറായിക്കോട്ടെ. ഏത് ആംഗിൾ നോക്കുകയാണെങ്കിൽ സംഭവം സെറ്റാ. കാരണം അല്ലേ ആ മുട്ടിന്റെ എൻഡ് കുറച്ച് നീക്കിക്കണി ചിലപ്പോൾ അവിടെ കഴിയും. അങ്ങനല്ല ഇവിടെ അതിന് വലിച്ചാൽ പോരും ഉള്ളിക്ക് ചിലപ്പോൾ പോയിക്കണി. എന്നാൽ ആ ഭാഗം ആ വലുതില്ലേ മനസ്സിലായ ആ ഉള്ളിക്ക് കയറുന്ന സാധനമാണല്ലേ. അപ്പോൾ ആ ചെറിയ ചെതുപ്പുണ്ടല്ലോ അത് ഇപ്പം തന്നെ ഇടയൊക്കെ പറ്റും. 4 മൂല മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, മെയിൻ വാക്കിണ്ടായാൽ മതി. വല്ല ഇപ്പം എന്തായാലും പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ കിണറിൻ്റെ ഉള്ളിൽ കാട് നാട് മരം പെരുങ്കാട് എല്ലാം ഉണ്ടായിക്കോട്ടെ. അതൊക്കെ പറിച്ച് വെള്ളം കേട് വരുത്താത്ത കോലത്തിൽ ഉഷാറാക്കി ഇതേപോലെ ദാർപ്പായ കെട്ടിക്കാണ്ട് തേച്ച് നേക്കാക്കി തരും. പെരക്കാർ വർക്ക് മാത്രം കാണിച്ചു തന്നാൽ മതി. ബക്കറ്റ് ഉണ്ടോ, കമ്പി ഉണ്ടോ, ചവിട്ടുണ്ടോ, മുട്ടുണ്ടോ, അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഒക്കെ നമ്മൾ സൈറ്റിൽ കൊണ്ടുവന്നുകൊണ്ട് ഉഷാറാക്കി തരും. അപ്പം ഓക്കെ, ഇനി ആർക്കെങ്കിലൊക്കെ കിണർ തേക്കാണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഫസ്റ്റ് എന്താ ചെയ്യാമെന്നറിയോ, വന്ന് നോക്കും. ഭൂമിൻ്റെ സൈഡത്തെ വെള്ളം കിണറ്റിക്ക് ഇറങ്ങുന്നുണ്ടോ നോക്കും. ഇറങ്ങണില്ല എന്നുണ്ടെങ്കിൽ മഴക്കാലത്തും ഇതുപോലെ ദാർപ്പായി കെട്ടിക്കാണ്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പേട്ടോ വീട് ഒരു വട്ടം ഇവിടെ കാണിച്ചു തരാം. സൂപ്പർ വീട്, നേക്കുള്ള വീട്, മിയാമിയ വീട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സൈറ്റിൽ കാണാം. സെറ്റ്.